കേരളത്തിലേക്കുള്ള മയക്കുമരുന്ന് കടത്തിന് പുതിയ ഇടനാഴി തുടർന്ന് അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘങ്ങൾ. തായ്വാൻ, മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് രാജ്യത്തിൻ്റെ കിഴക്കൻ മേഖലയിലൂടെയാണ് മയക്കുമരുന്ന് കടത്ത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള മയക്കുമരുന്ന് കടത്തിന് നിരീക്ഷണം ശക്തമായതോടെയാണ് പുതിയ ഇടനാഴി അന്താരാഷ്ട്ര സംഘം തുറന്നത്. അഫ്ഗാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും പഞ്ചാബ് വഴി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘങ്ങൾ ഇന്ത്യയിലേക്ക് ലഹരി ഒഴുക്കാൻ തിരഞ്ഞെടുത്തിരുന്നത് കൂടുതലും ഈ മാർഗമായിരുന്നു. കടൽ മാർഗവും ഈ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ലഹരി ഒഴുകി. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലൂടെയായിരുന്നു ആദ്യകാലങ്ങളിലെ ലഹരി കടത്ത്. അഫ്ഗാനിസ്ഥാനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലഹരി മരുന്ന് പാകിസ്ഥാനിൽ നിന്നും പഞ്ചാബിലൂടെ അതിർത്തി കടന്നും അറബിക്കടലിലൂടെ ബോട്ടുകളിലും ഇന്ത്യയിലേക്ക് ഒഴുകി. കരാതിർത്തിയിൽ തദ്ദേശീയരെയും കടൽ മാർഗത്തിൽ മത്സ്യത്തൊഴിലാളികളെയും മയക്കുമരുന്ന് കടത്തുകാർ ഇതിനായി ഉപയോഗിച്ചു. വർഷങ്ങളായി അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘങ്ങൾ ലഹരി ഒഴുക്കിയിരുന്ന മാർഗങ്ങളിൽ ഇരുമ്പുമറ തീർത്താണ് രാജ്യം ഇതിനെ പ്രതിരോധിച്ചത്. ലഹരി വഴികളിൽ അതിർത്തി രക്ഷാസേന, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, നാവികസേന, സൈന്യം എന്നിവർ നിരീക്ഷണം ശക്തമാക്കി. 2022 ഫെബ്രുവരിയിൽ ഗുജറാത്ത് തീരത്തിനോട് ചേർന്ന് അറബിക്കടലിൽ നേവിയും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ 2000 കോടി രൂപ വില വരുന്ന ലഹരി മരുന്നാണ് പിടികൂടിയത്. 2023 മെയ്യിൽ കൊച്ചി തീരത്ത് നിന്നും പാകിസ്ഥാൻ ബോട്ടിൽ നിന്ന് 15,000 കോടി രൂപ വില വരുന്ന 2500 കിലോഗ്രാം രാസലഹരി മരുന്നാണ് നേവി NCB സംയുക്ത ഓപ്പറേഷനിൽ പിടികൂടിയത്. 2024 നവംബറിൽ ശ്രീലങ്കൻ പതാക വെച്ച 2 മത്സ്യബന്ധന ബോട്ടുകളിൽ നിന്നായി 500 കിലോഗ്രാം ക്രിസ്റ്റൽ മെത്താഫെറ്റമിനാണ് നാവികസേന കൊച്ചി തീരത്ത് നിന്നും പിടികൂടിയത്. പടിഞ്ഞാറൻ മേഖലയിൽ പ്രതിരോധം ശക്തമായതോടെയാണ് ലഹരിക്കടത്ത് സംഘങ്ങൾ പുതിയ വഴി തേടിയത്. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിൽ നിന്നും വിമാനമാർഗവും അല്ലാതെയും ലഹരി ഒഴുകുന്നു. കേരളത്തിലേക്കുള്ള ലഹരി മാഫിയയുടെ പുതിയ ഡ്രഗ് കോറിഡോർ. മലേഷ്യ, തായ്വാൻ, മ്യാൻമർ, ബാങ്കോക്ക്, വിയറ്റ്നാം, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് ലഹരിയുടെ ഒഴുക്ക്. ബംഗ്ലാദേശിൽ നിന്നും ഇവിടെ തൊഴിലാളികളായി കടന്നു കയറിയവർ, ഇവരുടെ സ്വാധീനത്തിൽ അകപ്പെട്ടുപോയ വിവിധ ഭാഷാ തൊഴിലാളികൾ, ഇവരെല്ലാമാണ് കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്നതിലെ മുഖ്യ കണ്ണികൾ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്തിയ തൊഴിലാളികളെ നാട്ടിൽ പോയി മടങ്ങുമ്പോഴാണ് ലഹരി മാഫിയ തങ്ങളുടെ കരിയർമാരാക്കുന്നത്. പലർക്കും അധിക വരുമാനമെന്ന നിലയിലാണ് കഞ്ചാവടക്കമുള്ള ലഹരി മരുന്നുകൾ വിൽക്കാൻ നൽകുന്നത്. കൊച്ചിയിൽ നിന്നും പിടികൂടിയ മിക്ക ലഹരി കേസുകളിലും പ്രധാന കണ്ണികൾ വിവിധ ഭാഷാ തൊഴിലാളികളായിരുന്നു. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വിൽപ്പനയുടെ അന്വേഷണവും ചെന്നു നിൽക്കുന്നത് ആസാം, ഒഡീഷ സ്വദേശികളിലാണ്. വിമാനമാർഗം വരുന്നവരെയും ലഹരി സംഘങ്ങൾ കാരിയർമാരായി ഉപയോഗിക്കുന്നു. 2024 ഒക്ടോബറിൽ 2.11 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയ കേസിൽ 7 പേരെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. വിയറ്റ്നാമിൽ നിന്ന് തായ്ലാന്റ് വഴിയാണ് ഇവർ മയക്കുമരുന്ന് എത്തിച്ചത്. 2025 ജനുവരിയിൽ ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് 23.5 കോടി രൂപ വില വരുന്ന ഹൈഡ്രോപോണിക് കഞ്ചാവ് കസ്റ്റംസ് പിടികൂടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റ് ചെയ്തു. തായ്ലാന്റിൽ നിന്ന് സോഫ്റ്റ് ഡ്രിങ്ക് പൊടി പാക്കറ്റുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കള്ളക്കടത്ത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരിൽ നിന്നും എയർ പാഴ്സൽ വഴിയും മയക്കുമരുന്ന് കടത്തിന് വൻ വർധനവാണ് ഉണ്ടായത്. ഈ വർഷം ആരംഭിച്ച് 3 മാസത്തിനിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിവിധ കേസുകളിലായി 20 കോടിയോളം രൂപയുടെ മയക്കുമരുന്നുകളാണ് പിടികൂടിയത്. ഇന്നലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും 5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 സ്ത്രീകൾ അറസ്റ്റിലായി. 14 കിലോ കഞ്ചാവാണ് ഇവരുടെ കൈവശമുണ്ടായിരുന്നത്. ബാങ്കോക്കിൽ നിന്നാണ് കഞ്ചാവ് കടത്തിയത്. കിഴക്കൻ മേഖലയിൽ രൂപപ്പെട്ട ഡ്രഗ് കോറിഡോർ തകർക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം. മയക്കുമരുന്ന് സംഘങ്ങൾ പുതിയ വഴി തേടുമ്പോൾ പ്രതിരോധവും ശക്തമാകുന്നുണ്ട്. വിമാനത്താവളങ്ങളിലും ഇതര ഭാഷാ തൊഴിലാളികൾക്കിടയിലും കർശനമായ പരിശോധനകളാണ് നടന്നുവരുന്നത്.
ക്യാമറമാൻ ഗോപനൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി.